അതിനുശേഷം അടുത്ത ദിവസമാണ് ലീവോയുടെ കമ്പനി ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. അവൻ ഈ ജോലിയാണെന്ന് അറിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് കളഞ്ഞിട്ട് വന്ന് നോക്കും. കാരണം ആദ്യം തൊട്ടേ അവന് ലീവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്നൊന്ന് വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട്. ലീവും പ്രോജക്റ്റ് അവസാനിക്കാറായെന്ന് പറയുമ്പം അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി പറയും. പക്ഷെ മറ്റവനാണ് അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഇപ്പം തന്നെ പോകണമെന്ന് പറയുമ്പം ലീവ് എങ്കിൽ പിന്നെ കോൺട്രാക്ട് അനുസരിച്ച് 1 മാസം മുമ്പേ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞേക്കും. ഇതേ സമയം തന്നെ സെൻജിങ് അവളുടെ അച്ഛനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ ആദ്യം ഇവളെ കുറെ ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും തീർച്ചയായിട്ടും ആലോചിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേർ തമ്മിൽ ഏജ് ഡിഫറൻറ്റ് ഉണ്ടെങ്കിലും അവൾക്ക് അവൻ ഒത്തിരി ഇഷ്ടമെന്ന് പറയും. അങ്ങനെ അതിന്റെ കാരണം ഇവർ തമ്മിൽ ലൈഫൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. കൂടാതെ മറ്റുള്ളവരെ പോലെ ഒന്നല്ല, അവൻ ഈ പ്രായത്തിൽ തന്നെ കുറെ മെച്യൂറായെന്ന് പറഞ്ഞ് ഇവളെ കുറെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ തന്നെ അവളുടെ അച്ഛന് ഇവൾ പറയുന്നതൊക്കെ ഓക്കെ ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഇവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി അവളുടെ അമ്മയെ പതിയെ സമാധാനപ്പെടുത്താന്ന് പറയുമ്പോൾ അവൾ അമ്മ അത്രയും പെട്ടെന്ന് സമാധാനാവുന്ന ഇവൾക്ക് ഈ തവണ തോന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അച്ഛനും അതും നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ ധൈര്യത്തോടിരിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം അവളെ വന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അച്ഛനാണ് ഇവളുടെ പഴയ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇവളുടെ ആദ്യത്തെ ഒരു കല്യാണ ജീവിതം നല്ല രീതിക്ക് പോയില്ലെന്ന് അച്ഛനൊരു വിഷമമുണ്ട്. പക്ഷെ ലീവിനെ കണ്ടിട്ട് നല്ല പയനായിട്ട് തോന്നുന്നുണ്ട്. അങ്ങേർക്ക് അവൾക്ക് ഇപ്പോഴെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം കിട്ടട്ടെ എന്ന് ആഗ്രഹം കാണും. അതുകൊണ്ട് വീട്ടിൽ വന്ന് അമ്മയെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പം അതിനു മുമ്പ് തന്നെ അമ്മ തുണിയ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അപ്പം തന്നെ സെൻജിന്റെ വീട്ടിലേക്ക് പോകും. കാരണം ഇവർ തമ്മി വല്ല നടക്കുന്നോന്ന് അമ്മ നോട്ടിടാൻ വേണ്ടി വന്നേ. അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞ അച്ഛനും അപ്പം തന്നെ സെൻജിനെ വിളിച്ചു പറയുമ്പം അവള് വീട്ടിൽ അമ്മ ഇരിക്കുന്നതാണ്. അപ്പോഴാണ് അവളും അമ്മ എന്തോ ഈ സമയത്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവരാണ് സ്വന്തം മകളുടെ വീട്ടിൽ വരാനും പെർമിഷനൊക്കെ ചോദിക്കണം ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇവൾക്കും തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇനി തൊട്ട് കുറച്ച് ദിവസത്തേക്ക് അമ്മ ഇവളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വാട്സപ്പിലൊക്കെ ഇവൾക്ക് പ്രായം കുറഞ്ഞ പയ്യനെ കല്യാണം കഴിക്കുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നം വരുന്നറിഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ അവൾക്ക് അയച്ചു കൊടുക്കുമ്പം ഇത് കണ്ട് അവള് വേദനയിൽ എന്റെ അമ്മയെ കൊണ്ട് തോറ്റെന്നറിഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവൾ ഈ കാര്യം ലീവോനോട് അറിയിച്ചു പറയുമ്പം അവനും രാത്രി ഉറങ്ങിയതിന് ശേഷം നിനക്ക് വരാലോ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഒന്ന് പുറത്തേക്ക് വരാൻ പറയും. അങ്ങനെ അവൾ അമ്മയുള്ളപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞ് അവൾ പറ്റത്തില്ലെന്ന് അവോയ്ഡ് ചെയ്താലും അവൻ ഇവളെ കണ്ടാല് ഉറക്കം വരുത്തണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ രാത്രി ഇവളുടെ അമ്മ ഉറങ്ങിയില്ലെന്ന് നോക്കിയിട്ട് നേരെ അവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവൻ അവളെ ഹഗ് ചെയ്തിട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവൾ എഴുന്നേറ്റ് നോക്കിയിട്ട് രാവിലെ അമ്മ എഴുന്നേൽക്കുന്ന മുമ്പ് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിരിക്കുമ്പം അവന് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവളെ പിടിച്ചിരുത്തും. അതിനുശേഷം അവളും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ അമ്മ പെട്ടെന്ന് ഇവളെ കണ്ടിട്ട് രാവിലെ തന്നെ എവിടെ പോയതാന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പേടിച്ച് ചുമ്മാ പുറത്ത് നടക്കാനൊക്കെ പോയതാന്ന് പറയുമ്പോൾ ഇവളുടെ അമ്മയാണ് ഇവൾക്ക് ഇങ്ങനെ നല്ല ശീലമൊക്കെ ഉണ്ടോന്ന് പറഞ്ഞ് അവർക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. എന്നിട്ട് ലീവും കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവനൊരു കാര്യം അറിയാൻ വരുന്നത്. ഇവന്മാർ ലോഞ്ച് ചെയ്യാനിരുന്ന പ്രോജക്റ്റ് ആണ് ഇപ്പൊ വേറൊരു കമ്പനി പെട്ടെന്ന് അങ്ങ് ലോഞ്ച് ചെയ്യും. അങ്ങനെ അതിന്റെ കാരണക്കാരൻ വേറെ ആരുമല്ല, ഇവന്റെ കമ്പനിയിൽ നിന്ന് ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തേക്ക് പോയ ടീം ലീഡറാണ്. അങ്ങനെ അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പകർത്തി കൊടുത്തത്. അങ്ങനെ അതിനെ ഈ ന്യൂസ് കണ്ട അടുത്ത സെക്കൻഡ് തന്നെ ഇവന്മാർ കൂട്ടുന്ന ഒരു പാർട്ട്ണറും അവനും കമ്പനിയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞ് അവൻ നേരെ മറ്റേ കമ്പനി ചെന്ന് ചേരും. അങ്ങനെ അതോടെ ഇവർക്ക് ഉറപ്പായി ഇവന്മാർ രണ്ടുപേരും പ്ലാൻ ചെയ്ത ഈ പ്രോജക്റ്റ് അടിച്ചു മാറ്റിയെന്ന്. അതുകൊണ്ട് ഇതാദ്യം കേസാക്കാൻ നോക്കുമ്പോൾ ലോയറാണ് ആദ്യം അവർ ലോഞ്ച് ചെയ്തുകൊണ്ട് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് എന്തെങ്കിലും എവിഡൻസ് ആണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവന്മാർ എവിഡൻസ് ഒപ്പിക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ലീവിന്റെ കമ്പനി മൊത്തത്തിൽ പ്രശ്നത്തിലായി. കാരണം ഇവർക്ക് മുമ്പേ ആ പ്രോജക്റ്റ് അവർ ലോഞ്ച് ചെയ്തുകൊണ്ട് ഇനി ഇവർക്ക് വലിയ വിലയൊന്നും കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവൻ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ സെൻജിങ് ആണ് ഇവന്റെ ഫേസ് കാണുമ്പോൾ എന്താ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കും. പക്ഷെ അവനോട് ചോദിക്കുമ്പോൾ അവൻ ഒന്നില്ലെന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രശ്നമുള്ളെന്ന് പറഞ്ഞ് അവളെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറയും. കാരണം അവളുടെ അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഒപ്പിക്കാനാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ് അവളും ടെൻഷനാന്ന് വിചാരിച്ച് അവനൊന്നും പറയാൻ നിൽക്കത്തില്ല. അങ്ങനെ അതിനെ ശിവനും കൂട്ടുകാരും ചെന്നും കൂടെ കുറെ ആൾക്കാർ വിളിച്ചു നോക്കി അവരുടെ പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കും. കാരണം യാങ് ഒപ്പിച്ചെന്ന ആളാണ് ഇപ്പൊ മറ്റേ കമ്പനി പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് ഇവരുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിർത്തി. അതുകൊണ്ട് യാങ്ങിനെ വെറുതെ ശല്യപ്പെടുത്തുന്ന വിചാരിച്ച് ഇവരായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവസാനം വരെ ആരും തന്നെ കിട്ടത്തില്ല. അതേസമയം കമ്പനി ഇവർക്ക് ജോലി നേർക്ക് സാലറി കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ലീവ് ആണ് അവന്റെ കാർ അങ്ങ് വിൽക്കും. ഇതേ സമയം ടാവോ ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് അവളുടെ ഇരിക്കുന്ന കുറെ പൈസയൊക്കെ ചെന്നിന്റെ കൊടുക്കുമ്പോൾ അവൻ പേടിച്ചിട്ട് കല്യാണം പോലും ഇതുവരെ കഴിച്ചില്ല, അതിന് ഇത്ര എമൗണ്ട് എന്തിനാ ഇവന് വേണ്ടി തരുന്നതെന്ന് ചോദിക്കും. പക്ഷെ അവളാണ് ഇവനൊരു പ്രശ്നം വരുമ്പോൾ അവൾ നോക്കി നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ സഹായിക്കാൻ നോക്കിയാലും അവനത് വേണ്ട നിൽക്കും. അങ്ങനെ അന്ന് രാത്രിയാണ് സെൻജിങ് ലീവനോട് ഇവൻ പറഞ്ഞില്ലെങ്കിലും അവൾക്ക് സത്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയും. അതുകൊണ്ട് എന്താ പ്രശ്നം അവനോട് ചോദിക്കുമ്പോൾ തന്നെ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയും. അപ്പോഴാണ് അവളും കമ്പനിന്നായ പ്രശ്നങ്ങളൊക്കെ കാണുന്നറിഞ്ഞ് ഇതോർത്തൊന്ന് ഇവൻ ടെൻഷനാണെന്ന് അറിഞ്ഞ് അവനെ സമാനപ്പെടുത്തും. അതിനുശേഷം അടുത്ത ദിവസം ഇവന്മാർ ചായച്ചിട്ട് പോയ പാർട്ട്ണറാണ് ലീവിന് നേരിട്ട് വിളിച്ചേക്കും. കാരണം അവന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി അവനൊരു അവസരം തന്നേക്കുക. അപ്പോഴാണ് അവിടേക്ക് ലീവ് വരുമ്പം ഇത് കണ്ട് അവന് വിശ്വസിക്കാനൊക്കാതെ ഇവൻ വരുന്നൊട്ടും പ്രതീക്ഷയില്ലെന്ന് അറിയും. കാരണം ഇവൻ ആദ്യം ഒരു ഇൻവെസ്റ്ററിനെ കണ്ടെത്തിയപ്പോൾ എയെ കുറിച്ചൊന്നും അറിയത്തില്ലെന്നറിഞ്ഞ് ഇവനായിട്ട് തർക്കിച്ചുകൊണ്ടിരുന്ന. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യക്തി ഇപ്പൊ വേറെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷയിലെന്ന് പറയുമ്പോൾ ലീവും അവന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെ ആയിപ്പോയില്ലെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനെ ഈ കാര്യം അറിയാൻ വരുന്ന ഇവന്റെ കൂട്ടുകാരൻ ചെന്നാണ് നേരെ ലീവിനെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നിട്ട് നമ്മളെ ചതിച്ച് അവന്റെ കൂടെ എന്തിനാ വീണ്ടും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവനെന്താ വട്ടായും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ലീവാണ് ഒരു റെക്കോർഡർ എടുത്ത് കാണിച്ചിട്ട് അവന്റെ അടുത്ത് നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാന്ന് അറിയും. കാരണം ഇവന്മാർക്ക് കേസ് ഇടാൻ ഒരു എവിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവനോട് സംസാരിച്ച് കുറെ ഉണ്ടെന്ന് പറയുമ്പോൾ കൂട്ടുകാർ സന്തോഷിത്തി. അപ്പൊ ഇതിനു വേണ്ടിയാണ് അവനെ കാണാൻ പോയെന്ന് മനസ്സിലാക്കി അവനെ ചെന്ന് വീട്ടിൽ കൊണ്ടാക്കും.
അങ്ങനെ രാത്രി അവനും ബോധമില്ലാതെ വന്നേക്കുന്ന കണ്ട് സെഞ്ചിനായിരിക്കും അവനെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് അവളുടെ അമ്മയും ഇവൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഈ ഒരു അവസ്ഥയിൽ അവൻ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി അവന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ലീവ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അവിടെ സെഞ്ചിങ്ങുള്ള കാണും. അതുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നിട്ട് ഇവളിവിടെ ഉണ്ടെങ്കിൽ അമ്മ അത് ഭക്ഷണം ഉണ്ടാക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണ് അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും. കൂടാതെ ഇവന്റെ കൂടെ ബ്രേക്കപ്പ് ചെയ്യത്തില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മയും തിരിച്ച് വീട്ടിൽ പോയെന്ന് പറയുമ്പോൾ അവനാണ് ടെൻഷനായി. എങ്കിൽ പിന്നെ അവർ അവസാനം വരെ സമ്മതിച്ചില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇനി കുറച്ച് ദിവസം അവരുടെ ദേഷ്യം കാണും, പക്ഷെ എന്നാലും അവർ സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ആശ്വാസപ്പെടുത്തും. അങ്ങനെ അടുത്ത ദിവസം യാങ്ങും ഇവന്മാരെയൊക്കെ കാര്യം അറിഞ്ഞ് അവന് പുതിയ ഇൻവെസ്റ്ററിനെ ഒപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ കാര്യം അറിയാമെന്ന് ലീവ് അവന്റെ കൂട്ടാനും കൂടെ സന്തോഷത്തിൽ യാങ്ങിന് താങ്ക്സ് പറയും. അങ്ങനെ അതിനുശേഷം ഇവരെ കുറച്ച് പരസ്യപ്പെടുത്താൻ വേണ്ടി അവിടേക്ക് ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ചെന്നന്റെ ഗേൾഫ്രണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അവനും ഇവർക്ക് കുറെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൻ പുറത്തിരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അന്ന് രാത്രി സെഞ്ചിന്റെ കൂട്ടുകാരിയാണ് അവളുടെ അമ്മ നാളെ വരുത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നൊരു ദിവസം യാങ്ങിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആലോചിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ കൂടെ സ്റ്റാർസ് കാണാൻ പോകുന്ന പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്ന. പക്ഷെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഇവരെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവളും നമുക്കിനി സ്റ്റാർസിനൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് വിഷമിച്ച് ഇന്ന് ഒരു ദിവസമെങ്കിലും നമുക്ക് ഒരുമിച്ച് അടിച്ചു വിളിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ സമയത്ത് ഇവളുടെ അമ്മ കുറെ ഫോട്ടോ അയച്ച് ഇവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം ഇന്ന് ഇവർക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് ഇവള് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു കല്യാണം ഇല്ലായിരുന്നെങ്കിൽ അമ്മ ഇന്ന് തന്നെ ഇവിടേക്ക് വന്നേനെന്ന് പറഞ്ഞിട്ട് അവൾ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അവനും ഇവൾക്ക് സ്റ്റാർസ് കാണിച്ചെന്ന് ഇവരവിടുന്ന് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു സമയത്താണ് അവളുടെ അമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇവരെ കണ്ട് അവർ രണ്ടിനും കൂടെ ഷോക്കാകും. അതിനുശേഷം അവളും അമ്മ നാളെയല്ലേ വരുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ എന്തിനാ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർ ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ് അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. കൂടാതെ ഇവൾക്ക് മെസ്സേജ് അയച്ചൊന്നും കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് യാങ് അവിടേക്ക് വന്നിട്ട് അവനെ പരിചയപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവളുടെ അമ്മ ഇവനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഇവൻ എവിടെ ജോലി ചെയ്യുന്ന ഇവന്റെ ഫാമിലിയൊക്കെ തിരക്കൊണ്ടിരിക്കും. അങ്ങനെ അതിന് അവൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരിയാണ് അമ്മ എന്തിനാ കുറെ ശല്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനെ വീട്ടിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ലീവ് ആണ് സെഞ്ചിന്റെ കൂടെ പുറത്ത് ഷോപ്പിങ്ങിന് പോകും. കാരണം ഇവന്മാരുടെ പ്രോജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് പാർട്ട്ണറിന് ആവശ്യമുള്ളതുണ്ട്. ഇവർക്കാണ് കോമ്പറ്റീഷന് പങ്കെടുക്കണം. അങ്ങനെ അതിനുവേണ്ടി നല്ല സ്യൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് അവൻ ആ മീറ്റിംഗ് ചെന്ന് പങ്കെടുക്കുമ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഇവർ വിജയിക്കും. അങ്ങനെ അതുകൊണ്ട് ആ സന്തോഷമായിട്ടുള്ള കാര്യമെല്ലാം ഇവന്മാരെല്ലാരും വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീവ് സെഞ്ചിങ്ങിന് മെസ്സേജ് അയച്ച് ഫസ്റ്റ് റൗണ്ട് വിജയിച്ചതിന് ഇവന് റിവാർഡ് ഒന്നും ഇല്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതൊക്കെ എപ്പോഴേ തന്ന് ഇവൻ തന്നെ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞ് അവൾ വെച്ച് റിപ്ലൈ ഇടുമ്പോൾ അവൻ ഇവൾ എന്ത് ഗിഫ്റ്റ് അതിന് മുമ്പ് തന്നേന്ന് പറഞ്ഞ് കുറെ തപ്പി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവനൊന്നും പിടികിട്ടത്തില്ല. അതിനുശേഷം അവന് കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഇവന് കൺഗ്രാജുലേഷൻ പറയും. അപ്പോഴാണ് അവനും റൗണ്ട് 1 കഴിഞ്ഞല്ലേ ഉള്ളു, അതിനും എന്തോ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു ചോദിക്കുമ്പോൾ അവന് മിണ്ടാതെ എങ്കിൽ പിന്നെ മിസ്റ്റർ ലീ തന്നെ കണ്ടെത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞയക്കും. അതിനുശേഷം അവനും ഇവർക്കൊക്കെ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൻ കുറെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കൂട്ടാനും വന്നിട്ട് അളിയ നീയും സെഞ്ചിനും കൂടെ ഒഫീഷ്യലായിട്ട് ഡേറ്റ് ചെയ്യുമെന്ന് അവൾ അറിയിച്ചെന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും ലീവ് മൊബൈൽ നോക്കുമ്പോൾ അവൾ പോസ്റ്റിട്ട കാര്യം അറിയാൻ വരുന്നത്. അതായത് ഇവൻ ആ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവളിപ്പോൾ എല്ലാവരും അറിയിച്ച്. അതുകൊണ്ട് തന്നെ അവൻ മൊത്തത്തിൽ സന്തോഷപ്പെടുമ്പോൾ അതേസമയം ഇവളുടെ പോസ്റ്റ് കണ്ടിട്ട് അവളുടെ കൂട്ടുകാരിയും കുറെ പേരൊക്കെ ഫോൺ വിളിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും ഇവളുടെ അമ്മയും അച്ഛനും അതിനുമ്പോൾ സമ്മതിച്ചോ ചോദിക്കുമ്പോൾ സെഞ്ചിങ് ആണ് അമ്മയ്ക്ക് ഇപ്പോഴും ദേഷ്യമൊന്നും പോയില്ല, പക്ഷെ ഇവൾ എന്തായാലും അവനെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്, ഇതിട്ടത് പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ കൂട്ടുകാരിയും അവളോട് സന്തോഷപ്പെടും. അങ്ങനെ ആ സമയത്താണ് ലീവും പെട്ടെന്ന് ഇവൾക്ക് മെസ്സേജ് അയച്ച് ഇവളെ താഴേക്ക് വരാൻ പറയുന്നത്. അതോടെ അവൾ സന്തോഷത്തി അവനതിനു മുമ്പ് ഇവിടേക്ക് വന്നാന്ന് പറഞ്ഞ് അവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവൻ കുറച്ച് ഫ്ലവേഴ്സ് ആയിട്ട് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് അവനും ഇവളെ കണ്ട് സന്തോഷത്തി ഇതായിരുന്നു റിവാർഡ് എന്ന് പറഞ്ഞ് അമ്മ അതിന് സമ്മതിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇവളാണ് അമ്മ ഇതൊരു സമ്മതം തന്നില്ല, പക്ഷെ ഇവന് വേണ്ടെങ്കിൽ അതിപ്പോ തന്നെ ഡിലീറ്റ് ചെയ്യാന്ന് പറയും. അതോടെ അവനും പേടിച്ചിട്ട് അങ്ങനെയൊന്നല്ല ചുമ്മാ അയച്ചാന്ന് പറഞ്ഞിട്ട് ഇവർ ചേച്ചി സംസാരിച്ചോണ്ടിരിക്കും. ഇതേ സമയം വീട്ടിൽ വെച്ച അമ്മയും അറിയാതെ ആ പോസ്റ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ഇടും. അതുകൊണ്ട് അച്ഛനോട് ഈ ലൈക്ക് എങ്ങനെ തിരിച്ചെടുക്കുന്ന ചോദിക്കുമ്പോൾ അച്ഛനും കണ്ണാടി കിട്ടി നോക്കിയിട്ട് അതങ്ങ് മാറ്റി കൊടുക്കും. അപ്പോഴാണ് ഇവർക്ക് ആശ്വാസം വരുന്നത്. എന്നിട്ട് അന്ന് രാത്രി ഇവിടെ കൂട്ടുകാരിയുടെ അമ്മയാണ് യാങ്ങിനെ കണ്ടപ്പോൾ തന്നെ അവനെ കല്യാണം കഴിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവള് ഭയങ്കര ടെൻഷനായി യാങ്ങിനോട് ഈ അമ്മ എപ്പോ നോക്കിയാലും ഇപ്പൊ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ഇവളും ദേഷ്യത്തി ഞാനിപ്പോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവനിപ്പോ എല്ലാം പറഞ്ഞായിരുന്നെന്ന് ചോദിക്കും. അതോടെ അവൾ അപ്പൊ തന്നെ അവനെ പുറത്താക്കിയിട്ട് ഇനി 2 ദിവസത്തേക്ക് ഇവനെ കാണണം എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവന് എന്താണെന്ന് അറിയാതെ പുറത്ത് നിൽക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഇവള് ദേഷ്യമെല്ലാം കുറഞ്ഞിട്ട് അവനെ ഫോൺ വിളിച്ചു നോക്കും. പക്ഷെ അവന്റെ ഫോണാണ് സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് ഇവളും അതിനുമ്പ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്ന് പറഞ്ഞ് ആ രാത്രി തന്നെ അവൻ തന്നെ ഇറങ്ങുമ്പോൾ പുറത്ത് അവൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. കാരണം ഇവന്റെ ഫോൺ ബാറ്ററി ഇല്ലാതെ ഓഫ് ആയി പോയി. കൂടാതെ ഇവൾ ഒറ്റയ്ക്കായതുകൊണ്ട് അവനും പോകാൻ തോന്നിയെന്ന് പറയും. അതോടെ ഇവളും മൊത്തം ടച്ചായി. ഇപ്പോഴെങ്കിലും എന്തിനാ ദേഷ്യപ്പെട്ടെന്ന് അറിയാമെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവന് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തേക്കൊന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പറയുന്നത് കല്യാണത്തെ കുറിച്ച് പറയുന്നുണ്ടാ ഇവൾക്ക് ദേഷ്യം വരുന്നത്. അതുകൊണ്ട് ഇവന്റെ അമ്മയൊന്നും അങ്ങനെ ചോദിക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്, പക്ഷെ ഇവൻ വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും അതിനർത്ഥം ഇവനെപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അല്ലെ ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവളൊരു ടെൻഷനോടൊക്കെ ചോദിക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നല്ല, ആദ്യം തൊട്ട് ഇവളെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശം തന്നെ അവൻ ക്ലോസ് ആയെന്ന് പറയും. പക്ഷെ ഇവൾക്ക് അങ്ങനെ ചിന്ത വരുന്നവരെ അവൻ വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവൾ
അവളും ഇവനെപ്പോ ആദ്യം തൊട്ടേ സീരിയസ് ആണെന്ന് വിചാരിച്ചിട്ട് അവളും തെറ്റിരിച്ചിന് ഇവന് സോറി പറയും. അപ്പോഴാണ് അവനും ഇവൾക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ തോന്നുന്നത് അപ്പൊ അവന് സമ്മതം പറഞ്ഞിട്ട് അവളെ ആശ്വാസപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം കമ്പനി യാങ്ങാണ് ലീവനോട് പറയും ഇവന്മാർ സെക്കൻഡ് റൗണ്ടിൽ വിജയിച്ച് പക്ഷെ അവസാനത്തെ റൗണ്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്ന ഇവന്മാരുടെ പ്രോജക്റ്റ് കട്ടെടുത്ത ആ കമ്പനിയാണെന്ന്. അങ്ങനെ അത് കേട്ട് ഇവന്മാർക്കാണ് ടെൻഷനാകും. കാരണം ഇവന്മാർക്ക് മുമ്പേ ആ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്ത കൂടാതെ അവന്മാർക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് വീട്ടിലേക്കൊന്ന് ലീവും അവരെ പൊട്ടിക്കാൻ എന്താണെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന സെൻജിങ് ആണ് ഇവൻ എന്തേലും ആലോചിക്കുകയാണെന്ന് ചോദിക്കും. പക്ഷെ അവനാണ് ഒന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും സത്യം പറയാതിരിക്കുമ്പം അവൾ അന്നത്തെ പോലെ കാണിക്കത്തില്ലെന്ന് പ്രോമിസ് ചെയ്തില്ലെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ തന്നെ അവൻ ഈ കോമ്പറ്റീഷന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അവരെ പൊട്ടിക്കാൻ ഇവൻ ആലോചിച്ചോണ്ടിരിക്കുകയെന്ന് പറയുമ്പം സെൻജിങ് ആണ് അവരുടെ അത്രയും എഫോർട്ട് ഇട്ട് പൊട്ടിക്കാൻ നോക്കാതെ ഇവൻ എതിലാണ് ബെസ്റ്റ് അതിൽ ഫോക്കസ് ചെയ്ത് പോയാലേ ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇവർ AI ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പം അവസാനം ഇവരുടെ കോമ്പറ്റീഷനും വരും. അങ്ങനെ അതുകൊണ്ട് തന്നെ ലീവ് അവിടെ ചെന്ന് പ്രസന്റേഷനൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പം ഇവന്മാർ ചതിച്ച മറ്റേ പഴയ പാർട്ട്ണറാണ് ഇവന്മാരുടെ പ്രൊപ്പോസലിനൊക്കെ മിക്കവാറും കിട്ടത്തില്ലെന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് കളിയായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും കേട്ട് അവന്മാർ വല്ലവരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് മറ്റവനും ലീവോനോട് ഇവന്റെ കാറൊക്കെ വിറ്റോന്നറിഞ്ഞ് വേണേ തിരിച്ച് അവന്റെ കാര്യത്തിനെ കൊണ്ടാക്കാന്നറിയും. അങ്ങനെ ആ സമയത്താണ് ഇവരുടെ പ്രസന്റേഷന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞിട്ട് വന്നത്. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പം ആ പ്രോജക്റ്റ് വിജയിക്കുന്ന ലീവോടെ കമ്പനിയാ. അങ്ങനെ അതുകൊണ്ട് അവന്മാർ സന്തോഷിച്ചിരിക്കുമ്പം ഇവിടെ മറ്റവനാണ് മൊത്തത്തിൽ ചമ്മിപ്പോകും. അപ്പനാണ് പോകുമ്പോ ലീവ് അടുത്തേക്ക് വന്നിട്ട് ഇനി ഇവന്റെ കാറി റൈഡ് വല്ലതും വേണമെന്ന് പറഞ്ഞ് അവനാക്കിയിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഈ സന്തോഷമായിട്ടുള്ള ന്യൂസ് ആയിട്ട് തന്നെ സെൻജിങ്ങും ലീവിനെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പനാണ് അതേസമയം അവളുടെ അമ്മയാണ് ഇപ്പോഴും കുറച്ച് ദേഷ്യത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇവള് സംസാരിച്ച് സമാധാനപ്പെടുത്താൻ നോക്കിയാലും അവളുടെ അമ്മ വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ ലീവിനൊരു സെക്കൻഡ് പുറത്ത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവനും അവരുടെ കൂടെ ചെല്ലുമ്പം ഇവനോട് കാണിക്കുന്ന ദേഷ്യമൊന്നുമില്ല മോളോടുള്ള സ്നേഹം കാരണം കാണിക്കുന്ന ഫീലിങ്സ് ആണെന്ന് പറയും. കാരണം അവൾ ആദ്യം കല്യാണം കഴിച്ച് ചേർക്കാൻ അവളെ പറ്റിച്ചിട്ട് പോയി. അതേപോലെ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർ കുറെ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് പറയുമ്പം ഇത് മനസ്സിലാക്കി അവൻ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും പോകത്തില്ല. അവൻ ഈ ജീവിതകാലം ഫുള്ളും അവളുടെ കൂടെ തന്നെ കാണുന്ന പറയും. അപ്പോഴാണ് ഇത് കേട്ട അമ്മയും മോനോട് വിശ്വാസമൊക്കെ ഉണ്ട്. കാരണം നീ എഴുതിയ ലെറ്ററിൽ തന്നെ അവളോട് എത്രമാത്രം സ്നേഹം കാണിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ അച്ഛനാണ് സെൻജിങ് ടെൻഷനായിട്ടിരിക്കുന്നുണ്ട്. ഇവളുടെ അമ്മയ്ക്കിപ്പോൾ ഇവളോട് ദേഷ്യമൊന്നുമില്ല. ഇവർക്ക് സമ്മതം കൊടുക്കാനൊക്കെ തയ്യാറായെന്ന് പറയും. കാരണം കുറച്ച് ദിവസം മുമ്പേ ലീവ് ഇവർക്ക് ലെറ്റർ അയച്ചെന്നായിരുന്നു. അങ്ങനെ അത് വായിച്ചു നോക്കിയിട്ട് അമ്മ മൊത്തം ടച്ചായി പോയെന്ന് പറയുമ്പം ഇത് കേട്ട് ഇവളാണ് ഏത് ലെറ്റർ എന്ന് പറഞ്ഞ് അച്ഛനോട് ചോദിക്കും. അപ്പോഴാണ് അച്ഛനും അപ്പൊ ഇവൾക്ക് അതൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ മനസ്സിലുള്ള കാര്യമൊക്കെ ഓപ്പൺ ആയിട്ട് എഴുതി ലെറ്റർ അയച്ചെന്നുണ്ട ഇവളുടെ അമ്മയുടെ മനസ്സ് മാറിയെന്ന് പറയും. അങ്ങനെ അതിപ്പോ ബെഡ്റൂമിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവൾ അപ്പം തന്നെ അത് വായിച്ചു നോക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പം ലീവ് ആണ് അതിനകത്ത് അവന്റെ കമ്പനിയുടെ സാലറിയും അവന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ എല്ലാ പ്രൂഫും അതിനകത്ത് വച്ചേക്കും. അങ്ങനെ ഇത് കണ്ട് അവളും ചിരിച്ചോണ്ട് അവൻ എഴുതിയ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവന് സെൻജിങ്ങിനോടുള്ള ഫീലിങ്സ് അങ്ങനെ കണ്ടപ്പോ വന്നൊന്നുമില്ല. അവനോട് കാണിച്ച് ആ സ്നേഹം കൊണ്ട് തന്നെ ഇവ മൊത്തത്തിൽ വീണു പോയതാന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ ഓരോന്നായിട്ട് അവൻ വിശദീകരിച്ച് പറഞ്ഞ് അത്രയ്ക്കും പെട്ടെന്ന് മറക്കാനുള്ള ബന്ധമൊന്നുമല്ലെന്ന് അവൻ ആ ലെറ്റർ എഴുതി മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു നോക്കി സെൻജിങ്ങും അപ്പൊ ഇത് കാരണമല്ലേ അമ്മയുടെ മനസ്സ് മാറിയെന്ന് പറഞ്ഞ് അവൾക്കും ചെറിയ ഇമോഷനിലാവും. അങ്ങനെ അതിനെ ശിവരിതിച്ച് വീട്ടിലേക്ക് വരുമ്പം അവൻ അവളുടെ വീട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ആ സമയത്താണ് അവന്റെ ഷർട്ട് ഇവിടാന്ന് പറഞ്ഞ് അവൾ എടുത്തു കൊടുക്കാൻ വേണ്ടി പോകുമ്പം അതിനകത്ത് അവൻ റിംഗ് വാങ്ങിച്ചതിന്റെ ഒരു റിസിപ്റ്റ് ആണ്. അങ്ങനെ അത് കണ്ട് അവളാണ് ടെൻഷനാകും ചിലപ്പോൾ ഇവളെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാണെന്ന്. അങ്ങനെ ആ സമയത്ത് അവൻ അവിടേക്ക് വന്നിട്ട് ഷർട്ട് മറന്നുവെന്ന് പറയുമ്പം ഇവളൊന്നും അറിയാത്ത പോലെ അതെടുത്ത് അവന്റെ അടുത്ത് കൊടുത്ത് അവനെ അങ്ങ് പറഞ്ഞയക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവള് കമ്പനി പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് അവിടെ കുറെ സാധനങ്ങൾ അവന്റെ വീട്ടിൽ നിന്ന് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ട് അവൾക്ക് സംശയം വരുമ്പം അവനും ഇവളെ കണ്ടിട്ട് ഇവൾ അതിന് മുമ്പ് കമ്പനി പോകാൻ വേണ്ടി ഇറങ്ങിയെന്ന് പറഞ്ഞ് അവൻ ചുമ്മാ സംസാരിക്കുമ്പോൾ തന്നെ അവൾ വേണം ഇവനെ കൊണ്ടാക്കാന്ന് പറയും. പക്ഷെ അവൻ ആ ഡെലിവറി സാധനം ഒന്നും കാണിക്കാതെ എന്നവൻ കമ്പനി പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇവളെ അങ്ങ് പറഞ്ഞയക്കും. അതുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവൾക്ക് ഫുള്ളും ഇവൻ പ്രൊപ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും ചിന്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിനെ കുറിച്ച് ജോലി കഴിഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരോട് പറയുമ്പം അവളാണ് സന്തോഷത്തി എങ്കിൽ പിന്നെ കല്യാണം കഴിക്കാമോ നല്ല കാര്യമില്ലെന്ന് പറഞ്ഞ് ഇവളതോർത്ത് സന്തോഷമല്ലേ പടാണ്ടേയും ചെയ്യിക്കും. അപ്പോഴാണ് സെൻജിങ്ങും സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാനുള്ള താല്പര്യമൊന്നും അവൾക്കില്ലെന്ന് പറഞ്ഞ് അവളെല്ലാം സ്ലോ ആയിട്ട് പോകാൻ ആലോചിക്കുന്നതെന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ അവനോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടേക്ക് ലീവ് അവന്റെ കൂട്ടുകാരൻ ചെന്നും കൂടെ ഓടിയെത്തും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ഇവരെ കണ്ടിങ്ങനെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലീവും അവര് മുകളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ചെന്നൈ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരിയും അപ്പൊ തീർച്ചയായിട്ട് എന്റെ മുകളിലത്തെ ആ ഭാഗത്ത് വെച്ച് നിനക്ക് പ്രൊപ്പോസൽ നടക്കാമോ എന്ന് പറഞ്ഞ് ഇവളെ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞ് ടെൻഷനാക്കും. അതുകൊണ്ട് തന്നെ ലീവായിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് തന്നെ അവളും കല്യാണത്തിനെ കുറിച്ച് ഇവളൊരു പരസ്യം ചെയ്യാന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ഇവന്റെ ആലോചന എന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് ഇവനോട് വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇവന്റെ ചിന്തയും അവളുടെ പരസ്യത്തിന് യൂസ് ആണെന്ന് പറഞ്ഞ് ഇവൻ എന്തോ വിചാരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവനും അവന്റെ ജീവിതത്തിൽ കല്യാണം ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവളാണ് അധികമായിട്ട് ഷോക്കായിട്ട് എങ്കിൽ പിന്നെയും പെട്ടെന്ന് തന്നെ പ്രൊപ്പോസ് ചെയ്യുന്ന വിചാരിച്ച് അവളവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി എല്ലാം പതിയെ
പതിയെ പോയാൽ പോരെ, ആദ്യം നമ്മളെ മനസ്സിലാക്കണം, എന്നിട്ട് വേണം കല്യാണത്തെ കുറിച്ചൊക്കെ ആലോചിക്കാന്ന് പറഞ്ഞ് അവള് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവളും ഇപ്പൊ എന്തോ ഇവൻ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും ഇവളറിഞ്ഞ് ശരിയാന്ന് പറഞ്ഞിട്ട് അവനും കല്യാണം പതിയെ ആലോചിച്ചോ എന്നറിയും. അതിനുശേഷം അടുത്ത ദിവസം ഇവളെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരിയുടെ കടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കൂട്ടുകാരിയുടെ കടയിലാണ് ഫുൾ ആരാണ്ട് ഇന്ന് ബുക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന കൂട്ടുകാരിയും എങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഒരു സ്ഥലമില്ലെന്ന് പറഞ്ഞ് അവൾ സെഞ്ചിനെ വിളിച്ചിട്ട് മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടാണ് വലിയ മാരിമേ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഒരു വമ്പൻ സെറ്റപ്പോടെ ലീവ് അവിടെ നിൽക്കും. അങ്ങനെ ഇത് കണ്ട് അവൾ ആകെ ടെൻഷനെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവൾ സംസാരിക്കാൻ വരുമ്പം അവന് ആദ്യം പറയുന്ന ഒന്ന് കേൾക്കാൻ പറയും. പക്ഷെ അവളാണ് ഇവനെ റിജക്റ്റ് ചെയ്യില്ല, പക്ഷെ ഇപ്പൊ അവൾക്ക് സമ്മതില്ലെന്ന് പറഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇത് കേട്ട് ശരി വന്നിട്ട് അതൊക്കെ മനസ്സിലായി, പക്ഷെ ഈ പ്രൊപ്പോസൽ നമുക്കല്ലെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് നമുക്കും കാര്യം മനസ്സിലാകുന്ന ഈ പ്രൊപ്പോസലിന്റെ പ്ലാൻ എല്ലാം യാങ് ആണെന്ന്. കാരണം അവനാണ് ഇപ്പൊ സെഞ്ചിന്റെ കൂട്ടുകാർ പ്രൊപ്പോസ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾക്ക് വമ്പൻ സർപ്രൈസ് ആയിരിക്കും. കാരണം അവൾ വിചാരിച്ച സെഞ്ചിങ്ങിന് ചെയ്യുന്ന പ്രൊപ്പോസലാണെന്ന്. പക്ഷെ ഇവൻ പെട്ടെന്ന് റിങ്ങുമായിട്ട് അവിടേക്ക് വന്നിട്ട് ഇവളെ കല്യാണം കഴിക്കാൻ അവൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവൾക്ക് ആ ഒരു സമയം വന്നില്ലെന്ന് വിചാരിക്കുവാണ്. എങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഇവൾക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പോൾ ഇവൾക്ക് വേണ്ടി എപ്പോഴും ഒരു ഭയം കാത്തിരിക്കാന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഇവൾ മൊത്തം ടച്ചായി. ഇതൊട്ടും വിചാരിച്ചില്ലെന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ ഇവനെ സമ്മതം പറയും. അങ്ങനെ അതോടെ ഇവർ തമ്മിൽ കല്യാണത്തിന് സമ്മതിച്ചുകൊണ്ട് അവരൊക്കെ അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് സെഞ്ചിങ്ങും ലീവും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവളെല്ലാം തെറ്റിരിച്ചോ എന്നറിഞ്ഞ് അവനോട് സോറി പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവൾക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഇവനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതല്ല എന്ന് പറഞ്ഞെന്നറിഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവനും എങ്കിൽ പിന്നെ നാളെ അവന്റെ കൂടെ അവന്റെ ഗ്രാമത്തിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇവരൊരുമിച്ച് അവിടെ ചെല്ലുമ്പം സെഞ്ചിങ് ആദ്യം പരിചയപ്പെട്ട മറ്റേ ലേഡിയാണ് ഇപ്പൊ അവിടുത്തെ വില്ലേജ് ഓഫീസറായിട്ട് മാറി. അതിനുശേഷം അവിടെ വെച്ച് അവരായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ സെഞ്ചിങ് അറിയാൻ വരും ഇവളുടെ പേര് ലീവു ആണ്, ഡൊണേഷൻ ഒക്കെ ചെയ്ത് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി ഒരു ലൈബ്രറി വെച്ചേക്കുവാന്ന്. അങ്ങനെ അതുകൊണ്ട് അവളും ഇതൊക്കെ എപ്പോഴാന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവന് വിദേശത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ അതിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ് അത് കാണിക്കാൻ വേണ്ടി ഇവളെ വിളിച്ചോണ്ടെന്നേന്ന് അവളെ സ്ഥലം ഫുള്ളും ചുറ്റി കാണിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും അവന്റെ കൂടെ ലൈബ്രറിയൊക്കെ ചുറ്റി നോക്കുമ്പോൾ അതിനകത്ത് ഇവളുടെ ഓർമ്മയ്ക്ക് വരച്ച ഒരു പെയിന്റിംഗ് ഒക്കെ കാണും. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവളും എന്റെ ബോയ് ഫ്രണ്ട് മൊത്തത്തിൽ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ചിരിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവൻ ഇവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചേക്കോന്ന് പറഞ്ഞ് പുറത്തേക്കൊന്ന് ഒരു റിങ് എടുത്ത് അവളുടെ കാണിക്കും. കാരണം യാങ് വാങ്ങിക്കുമ്പോൾ തന്നെ ഇവനൊരെണ്ണം വാങ്ങിച്ചായിരുന്നു. അതുകൊണ്ട് ഇവൾക്ക് ഇപ്പം ഇതിടാൻ വേണ്ടി തരുമ്പം അവളാണ് അതിനിപ്പോ എന്തോ കപ്പിൾസ് ആയിട്ട് നമുക്ക് ഈ റിങ് ഇടലെന്ന് പറഞ്ഞ് മോതിരിടുന്നോണ്ട് ഒരു പ്രശ്നമില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഈ മോതിരം വാങ്ങിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞ് അവൻ അതിപ്പോ ഇട്ടോട്ടേന്ന് ചോദിക്കുമ്പോൾ അവൾ തീർച്ചയായിട്ടും ഇടാന്ന് പറഞ്ഞിട്ട് പരസ്പരം റിങ് മാറ്റുമ്പോൾ തന്നെ അവിടുത്തെ പിള്ളേരെല്ലാം അത് കണ്ട് ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർ എവിടെയാണ് ആദ്യം വെച്ച് കണ്ട് അങ്ങനെ അവിടെ വെച്ച് തന്നെ നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഈ ഡ്രാമ എത്രയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. ഇവരുടെ സന്തോഷമുള്ള ജീവിതം ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നതോടെ നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിച്ചു. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു കിടിലൻ ഡ്രാമയിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get